പിന്നെ രാത്രി വന്ന് നോമ്പെടുക്കുന്ന ഒരാട് ഒരു കുട്ടിവളത്തിന് ഒരു ബുദ്ധിമുട്ടൊന്നും വരില്ല. ഒരു 10-35 കൊല്ലായി ജനങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടാവും. നോമ്പ് കാലത്തൊരു യാത്ര പോവുകയാണെങ്കിൽ അത് കണ്ണൂരിലേക്ക് പോകണം. നോമ്പിന്റെ മധുരവും നോമ്പ് നോറ്റവരുടെ സ്നേഹവും എല്ലാം തിരിച്ചറിയുന്ന ഒരു യാത്ര. ഇത് കണ്ണൂർ സിറ്റി ജുമാ മസ്ജിദ്. 35 വർഷമായിട്ട് ഒരു പ്രത്യേകതരം ആചാരം ഇപ്പോഴും നിലനിൽക്കുന്ന അറക്കൽ കുടുംബത്തിന്റെ പൈതൃകം വിളിച്ചോതുന്ന ആയിക്കരപ്പള്ളി. പലതരം കമ്മിറ്റികൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് റംസാൻ അത്തായ കമ്മിറ്റി. നോമ്പ് നോൽക്കാനും നോമ്പ് തുറക്കാനും 100 കണക്കിന് ആളുകൾക്ക് 35 വർഷമായിട്ട് ഇതുപോലെ ടോക്കൺ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് ഈ ഒരു കമ്മിറ്റി. ടോക്കൺ എടുത്ത 500ഓളം ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഇവിടുത്തെ കൂട്ടായ്മ. 1990-ൽ തുടങ്ങി വെച്ച അതേ രീതി ആയിക്കര ജുമാ മസ്ജിദിന്റെ ചുറ്റുമൊന്ന് നടന്നു നോക്കിയാൽ കേരളത്തിലെ ഏക മുസ്ലിം രാജകുടുംബമായിട്ടുള്ള അറക്കൽ രാജകുടുംബത്തിന്റെ ഓർമ്മകൾ മുൻ കേന്ദ്രമന്ത്രി ഇ അഹമ്മദ് സാഹിബിന്റെ എടപ്പകത്ത് തറവാടും തൊട്ടടുത്ത് തന്നെ അതിമനോഹരമായ ആയിക്കര മൊയ്തീൻ പള്ളിയും കാണാം. സമയം ഏകദേശം മഗ്‌രിബോട് അടുത്തപ്പോഴേക്കും ആളുകളെല്ലാം പള്ളിയുടെ മുറ്റത്തേക്ക് വന്നു. നോമ്പ് തുറന്നു നിസ്കാരവും കഴിഞ്ഞു പിന്നീട് നേരെ അത്തായ കമ്മിറ്റി ഹാളിലേക്ക്. 2 മണി മുതൽ 5 മണി വരെ വിതരണം ചെയ്ത ടോക്കൺ ഉള്ളവർക്കാണ് ആദ്യം ഭക്ഷണത്തിനുള്ള അവസരം. ഓരോ ദിവസവും വ്യത്യസ്തമായ വിഭവങ്ങളായിരിക്കും. ഇന്ന് നെയ്ച്ചോറും നല്ല ബീഫ് കറിയും. ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം കണ്ണൂരിന്റെ ഫുഡ് സ്ട്രീറ്റിലേക്ക് ഞങ്ങൾ ഇറങ്ങി. കണ്ണൂരിന്റെ മധുര വിഭവങ്ങളും കബാബും അൽഫാമും ഉപ്പിലിട്ടതും സോഡയും സർബത്തും എല്ലാം നിറഞ്ഞ ഒരു ഫുഡ് സ്ട്രീറ്റ്. എന്തുകൊണ്ടും നോമ്പ് കാലത്ത് യാത്ര ചെയ്യാൻ പറ്റിയ അതിമനോഹരമായ ഒരു സിറ്റിയാണ് കണ്ണൂർ സിറ്റി. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫാമിലിയിലേക്കും ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്തോളൂ. ഇതുപോലത്തെ മനോഹരമായ യാത്രാ വീഡിയോകൾക്ക് ഗോസ് ക്യാപ്പ് ഒന്ന് ഫോളോ ചെയ്തു വെച്ചോളൂ.